Nucleus Properties Close Encounter, brought to you by Nucleus Villas and Apartments, Kochi, Kottayam. Live live. നമസ്കാരം. സരിത എസ് നായരാണ് ക്ലോസ് എൻകൗണ്ടറിൽ. സരിത, മുഖ്യമന്ത്രി പിതൃതുല്യനാണ് എന്ന് അടുത്ത ദിവസം വരെ സരിത തന്നെയാണ് പറഞ്ഞത്. ഇപ്പോൾ മുഖ്യമന്ത്രി 1,90,00,000 രൂപ കോഴ വാങ്ങി എന്ന ആക്ഷേപം ഉന്നയിച്ചിരിക്കുന്നു. നേരത്തെ ഉമ്മൻചാണ്ടിക്കൊപ്പം നിൽക്കാൻ തീരുമാനിച്ച സരിത ഇപ്പോൾ തകിടം മറിഞ്ഞിരിക്കുകയാണ്, അല്ലെങ്കിൽ കരണം മറിഞ്ഞിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് നിലപാട് മാറ്റം? അതായത് ബിജു രാധാകൃഷ്ണൻ ഒരു വിവാദ CD ഉണ്ടെന്ന് പറഞ്ഞിട്ട് കോയമ്പത്തൂർക്ക് ഒരു യാത്ര പോയിരുന്നു. ആ CD ഇല്ല എന്ന് ഞാൻ ആദ്യം മുതൽക്ക് തന്നെ എല്ലാ മാധ്യമങ്ങളിലും പറയുന്നുണ്ട്. അങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ടില്ല. ബിജു രാധാകൃഷ്ണൻ പറഞ്ഞ ആ ആരോപണം തെറ്റാണ് എന്ന് ഞാൻ നിഷേധിച്ചിരുന്നു. ആ നിഷേധത്തിൽ തന്നെയാണ് ഇപ്പോഴും ഞാൻ നിൽക്കുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു CD എന്തായാലും ബിജു രാധാകൃഷ്ണൻ കൊണ്ടുവരാൻ പോകുന്നില്ല. പിന്നെ ശ്രീ ഉമ്മൻചാണ്ടിയുടെ അങ്ങനെ ഒരു സ്വഭാവം ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു CD വരാൻ ഒരു ചാൻസുമില്ല. ആ ഒരു ആരോപണം മാത്രമാണ് ഞാൻ നിഷേധിച്ചിട്ടുള്ളത്. ഞാൻ അന്ന് പ്രത്യേകം പറഞ്ഞിരുന്നു, സാമ്പത്തികമായ ആരോപണങ്ങൾ അത് കമ്മീഷന് മുമ്പിൽ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അതിനെ ഞാൻ ഡിഫെൻഡ് ചെയ്യുകയോ സപ്പോർട്ട് ഉമ്മൻചാണ്ടിയുമായി മറ്റൊരു ബന്ധമില്ല എന്ന് സരിത ഉമ്മൻചാണ്ടിക്ക് എതിരാകുമ്പോഴും ഇപ്പോൾ പറയുന്നു, അല്ലെ? മുഖ്യമന്ത്രി മറ്റൊരു തരത്തിലുള്ള ബന്ധവുമില്ല, മോശമായ യാതൊരു ബന്ധവുമില്ല. 1,90,00,000 രൂപ കോഴ വാങ്ങുന്നയാളായിട്ടാണ് ഇപ്പോൾ ഉമ്മൻചാണ്ടിയെ സരിത കാണുന്നത്. നേരത്തെ ഉമ്മൻചാണ്ടി ആയിക്കൊള്ളട്ടെ, കോൺഗ്രസ് നേതാക്കളെ ആകെ തന്നെ ആയിക്കോട്ടെ, ഞാനൊരു കോൺഗ്രസ് കുടുംബത്തിൽ നിന്ന് വന്നയാളാണ് എന്ന നിലയിലാണ് സരിത ഈ കോൺഗ്രസ്സുകാരെ എല്ലാം ഡിഫെൻഡ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ അതിന് വ്യത്യസ്തമായി ആര്യാടൻ ഇത്ര വാങ്ങുന്നു, ഉമ്മൻചാണ്ടി ഇത്ര വാങ്ങുന്നു എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഈ നിലപാട് മാറ്റം? നികേഷ്, ഈ സ്റ്റാൻഡിലേക്ക് എന്നെ അവർ തന്നെ കൊണ്ടെത്തിച്ചതാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് മാത്രമല്ല, അവരെ വിശ്വസിച്ചാണ്, ഞാൻ ട്രസ്റ്റ് ചെയ്താണ് നമ്മളിപ്പം കോഴ കൊടുത്തത്. ഒരു കാര്യം നേടി എടുക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള ചില പണച്ചെലവുകൾ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടും, ഞാൻ ബിസിനസ്സിൽ നിൽക്കുന്ന ആളായതുകൊണ്ടും അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോഴും അങ്ങനെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ എന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട്. അപ്പം ആ ഒരു രീതിയിൽ കാര്യങ്ങൾ മൂവ് ചെയ്താൽ എനിക്ക് ക്രൈസിസിലേക്ക് പോകുന്ന എൻ്റെ കമ്പനിയുടെ ഫ്യൂച്ചർ പിടിച്ചു നിർത്താൻ പറ്റും, നല്ലൊരു രീതിയിലേക്ക് വരാൻ പറ്റും എന്നുള്ളൊരു ആൻറ്റിസിപ്പേഷനാണ് എൻ്റെ ആ ഡിസിഷന് മുമ്പിൽ. അപ്പം ഞാൻ അങ്ങനെ വിശ്വസിച്ചു, അവരെ ട്രസ്റ്റ് ചെയ്തു, അന്ധമായി വിശ്വസിച്ചു എന്ന് തന്നെ പറയാം. ട്രസ്റ്റ് ചെയ്തു ഞാൻ. പിന്നെ കളക്ട് ചെയ്ത ഈ പൈസ എന്ന് പറയുന്നത് ബിജു രാധാകൃഷ്ണൻ്റെയോ, എൻ്റെ അറിവിൽ ബിജു രാധാകൃഷ്ണൻ്റെയോ അല്ലെങ്കിൽ എൻ്റെയോ സ്വകാര്യ സമ്പത്തുകളിൽപ്പെട്ട 1 രൂപ പോലുമല്ല. ഈ പറഞ്ഞ ഇപ്പം നമ്മൾ കേസുകൾ നിൽക്കുന്ന ഓരോ ക്ലയൻസിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ വാങ്ങിയെടുത്ത പണം തന്നെയാണ്, കമ്പനിയുടെ പേർക്ക് വാങ്ങിയെടുത്ത പണം. അതിൻ്റെ ഒരു പെർസെൻറ്റേജ് മാത്രമാണ് ഈ പറഞ്ഞ ഉമ്മൻചാണ്ടി സാറിനും പിന്നെ ആര്യാടൻ മുഹമ്മദ് സാറിനും ഞാൻ കൊടുത്തിട്ടുള്ളത്. 7 കോടി രൂപയാണ് ചോദിച്ചതെന്നാണ് പറയുന്നത്. ജിക്കുമോൻ സംസാരിച്ചു എങ്കിലും ആദ്യം ജിക്കുമോൻ ഇത് അവതരിപ്പിച്ചതാണ്, അതായത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇങ്ങനെ ഒരു വിഷയമുണ്ട്, ഇങ്ങനെ ചെയ്യാൻ പറ്റുമെന്നും ഇത്ര രൂപയോളം വേണ്ടി വരുമെന്നും ജിക്കുമോൻ ഇൻട്രൊഡ്യൂസ് ചെയ്തെങ്കിലും തുടർന്ന് ഞാൻ സംസാരിക്കുന്നത് റിയൽ CM സാറുമായിട്ടാണ്. അപ്പോൾ പിന്നെ അതിനകത്ത് ഹൈഡ് ആൻഡ് സീക്ക് പരിപാടിയൊന്നുമില്ല. പിന്നെ സർട്ടൺ ആൾക്കാരുടെ പ്രസൻസ് ഉള്ളപ്പോൾ സംസാരിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ശരി സരിത, ഇവർക്ക് 1,90,00,000 80,00,000 ഒക്കെ കൊടുത്തിരുന്നത് റിന്യൂവൽ എനർജി പ്രൊജക്ടിന് വേണ്ടി ഒരു നയം രൂപീകരിക്കാൻ വേണ്ടി സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുക എന്നുള്ളതിന്റെ ഭാഗമായി. സർക്കാരിൽ സമ്മർദ്ദം ചെലുത്താനല്ല, ആ നയം രൂപീകരിച്ച് കിട്ടണമെങ്കിൽ മുഖ്യമന്ത്രിയാണ് അതിനൊരു ഡിസിഷൻ എടുക്കേണ്ടിയിരുന്നത്. മുഖ്യമന്ത്രിയും ഇലക്ട്രിസിറ്റി മിനിസ്റ്ററുമാണ് അതിൻ്റെ ഒരു പോളിസി തയ്യാറാക്കേണ്ട കാര്യങ്ങളും മറ്റും തീരുമാനമെടുക്കേണ്ടിയിരുന്നത്. അതുകൊണ്ട് അവരെ സ്വാധീനിച്ചാൽ നടക്കും എന്ന് പിന്നെ അവരുടെ ആൾക്കാർ തന്നെ പറഞ്ഞിട്ടാണ് അത് അവരുമായി സംസാരിച്ചതും. പണം നേരിട്ട് കൈപ്പറ്റുമ്പോൾ എനിക്കിത് കൈക്കൂലി വേണ്ട എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ തിരിച്ചു കൊണ്ടുപോയില്ലേ? അവരത് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിനകത്ത് എന്താണ്, അതിനകത്ത് പിന്നെ കൈക്കൂലി വാങ്ങിയില്ല എന്ന് അവർ പറയുന്നത് അവരുടെ ഭാഗത്ത് ബിസിനസ് ഡീൽ ഉണ്ടായിരുന്നു. അതായത് റിന്യൂവൽ എനർജി നയം രൂപീകരിച്ചുകൊണ്ട് വൻകിട നിലയിൽ ഒരുപക്ഷെ ശ്രീധരൻ നായരുമായിട്ടൊക്കെ ഉണ്ടാക്കിയതുപോലുള്ള
കുറേ അധികം പദ്ധതികൾ ഉണ്ടാവുകയാണെങ്കിൽ ഈ കമ്പനി വലുതാവും. ഇപ്പം 5000 കോടി രൂപയാണ് അതിന് കാണുന്നതെന്നാണ് സരിത ഇന്നലെ സോളാർ അന്വേഷണ കമ്മീഷന് മുമ്പാകെ പറഞ്ഞിട്ടുള്ളത്. 5000 കോടി രൂപയുടെ പദ്ധതിയായി ഇത് വളർത്താവുന്ന നിലയിൽ ഇതിന് സാധ്യതകളുണ്ട് എന്നുള്ളത്. കേരളത്തിൽ ഇതിന് സാധ്യതകളുണ്ട് എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ അതിനിപ്പം ഈ റേഷ്യോയിൽ ലാഭവിഹിതം വീതം വെക്കണം എന്നോ അല്ലെങ്കിൽ ഈ കമ്പനി വലുതായി കഴിഞ്ഞാൽ അതിൻ്റെ ഘടന എന്തായിരിക്കണമെന്നോ സംബന്ധിച്ചൊരു ഏകദേശ ധാരണയെങ്കിലും അനൗപചാരികമായി ഉണ്ടായിരുന്നു. നികേഷ്, യഥാർത്ഥത്തിൽ ഫസ്റ്റ് സ്റ്റേജിൽ അങ്ങനെ ഇനിഷ്യൽ സ്റ്റേജിൽ അവർ ചിന്തിച്ചിരുന്ന ഒരു മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഒരു ബിസിനസ് ഡീൽ അങ്ങനെയായിരിക്കാം. പക്ഷേ തുടർന്ന് ഇത് ലാഭകരമായ ഒരു ബിസിനസ് ആണ് എന്ന് നമ്മളുടെ പ്രോജക്റ്റ് റിവ്യൂ റിപ്പോർട്ട്സ് ഒക്കെ നോക്കുമ്പം ഏകദേശം മനസ്സിലാവുന്നുണ്ട്. അത് ആർക്കായാലും മനസ്സിലാവും. ഇതിനെപ്പറ്റി കൂടുതൽ സ്റ്റഡി ചെയ്യുമ്പോൾ നോളജ് ഗ്യാദർ ചെയ്യുമ്പോൾ മനസ്സിലാവുന്നതാണ്. അപ്പം അതിൻ്റെ ബേസിൽ സ്വന്തമായി വരെ കമ്പനി ഇൻകോപ്പറേറ്റ് ചെയ്യാം എന്നുള്ള ഒരു ആലോചന വരെ എത്തി നിന്നു കാര്യങ്ങൾ. അങ്ങനെ ഈ ഉമ്മൻചാണ്ടി സാർ ഉൾപ്പെടുന്ന 1-2 പേർക്ക്, അതായത് ഉമ്മൻചാണ്ടിയുടെ മകന്റെ പങ്കാളിത്തത്തെ കുറിച്ച് ആ ഘട്ടത്തിൽ ചർച്ച നടന്നു. നികേഷ്, ഞാൻ പറഞ്ഞു നാളെയും എനിക്ക് ഡിപ്പോസിഷനുള്ളതാണ്. അപ്പം വരുന്ന ദിവസങ്ങളിൽ ഞാൻ വെളിപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന 1-2 വിഷയങ്ങൾ ഇതിനകത്ത് കടന്നു വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ആ ഭാഗങ്ങളിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ പിന്നെ ഇന്നർ ഇതിലേക്ക് ഞാൻ കടക്കുന്നില്ല, വസ്തുതകളിലേക്ക് കടക്കുന്നില്ല. എന്നാലും പെരിഫറലായിട്ട് പറയണം. അപ്പം ആ കാര്യങ്ങളിലേക്ക് സ്വന്തം നിലയ്ക്ക് ഒരു കമ്പനി നടത്തിക്കൊണ്ട് പോകാവുന്ന ഒരു തിങ്കിങ്ങിലേക്ക് കാര്യങ്ങൾ മാറി വന്നപ്പോഴാണ് ആക്ച്വലി നമ്മൾ കൊടുത്ത കുറേ വിഷയങ്ങൾ അവിടെ ലാഗ് ചെയ്യപ്പെട്ടത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സരിതയും ജോപ്പനും മല്ലയിൽ ശ്രീധരൻ നായരും മുഖ്യമന്ത്രിയും സെക്രട്ടേറിയറ്റിൽ ഒരേ സമയം ഉണ്ടായിരുന്നു എന്ന് ഇന്റലിജൻസ് DGP ഹേമചന്ദ്രനും സോളാർ അന്വേഷണ കമ്മീഷന് മുമ്പാകെ മൊഴി നൽകിയിട്ടുണ്ട്. ഇപ്പോൾ സരിതയും പറയുന്നു മല്ലയിൽ ശ്രീധരൻ നായർ പറഞ്ഞതുപോലെ തന്നെയാണ് നടന്നിട്ടുള്ളത്. അതിൻ്റെ ഫോട്ടോ കൂടി ഇപ്പോൾ ഉണ്ട് എന്ന് സരിത കൂടുതലായി പറയുകയാണ്. അപ്പോൾ ആരൊക്കെ? സരിതയും മല്ലയിൽ ശ്രീധരൻ നായരും മുഖ്യമന്ത്രിയും നിൽക്കുന്ന ഫോട്ടോ ഹാജരാക്കാൻ സരിത തയ്യാറാണ്. മുഖ്യമന്ത്രിയും നിൽക്കുന്നത് മാത്രമല്ല, വിഷ്വൽ നമുക്ക് വീഡിയോ രീതിയിൽ തന്നെ അദ്ദേഹം സംസാരിക്കുന്ന, ഓഫർ കൊടുക്കുന്ന ഒരു ഡിജിറ്റൽ എവിഡൻസ് വീഡിയോ തന്നെയുണ്ട്. ഇതിനകത്ത് പുള്ളിക്ക് ഡിനേ ചെയ്യാൻ പറ്റില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നികേഷ് ഞാൻ ഈ സത്യം വെളിപ്പെടുത്തിയത്. അല്ലാതെ എല്ലാത്തിനും ഏതിനും തെളിവുണ്ടെങ്കിൽ കൊണ്ടുവരട്ടെ എന്നാണ് ഉമ്മൻചാണ്ടി സാർ പറയുന്നത്. നിയമത്തിന്റെ വഴിക്ക് പോകും, തെളിവുണ്ടെങ്കിൽ കൊണ്ടുവരട്ടെ. അത് ഉമ്മൻചാണ്ടി സാർ എനിക്ക് കറക്റ്റായിട്ട് ഈ 2.5 വർഷം ഇവരുടെ നിലപാടുകൾ ആവർത്തിച്ച് പുറത്ത് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് അവരെന്താണ് അറിയില്ല എന്നാണ് വിശ്വാസം. ഞാൻ സംസാരിച്ചിട്ടില്ല ഇങ്ങനെയുള്ള വിഷയങ്ങൾ. 1-2 പേർക്ക് അറിയാമെന്ന് തന്നെയാണ് എൻ്റെ അറിവ്. പ്രത്യേകിച്ചും കോൺഗ്രസ് ബിയിലെ 2-3 പേർക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. പിന്നെ അത് കമ്മീഷന് കൈമാറുമോ? എവിഡൻസ് സ്റ്റേജിൽ കമ്മീഷനിൽ കൈമാറാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. വിജിലൻസ് കോടതിയിൽ അതിന് മുമ്പ് വാദം പൊളിയുകയാണ്. സരിതയ്ക്കൊപ്പം ശ്രീധരൻ നായരെ അതിന് എവിടെ വേണമെങ്കിലും നികേഷ് ഞാൻ അന്ന് പറഞ്ഞു നോണപരിശോധനയ്ക്ക് പോലും തയ്യാറാണ്, എന്തിനു വേണമെങ്കിലും തയ്യാറാണ്. അതിനകത്ത് സ്വയം രക്ഷാർത്ഥം ജോപ്പൻ പറഞ്ഞു ജോപ്പൻ അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് അങ്ങനെ ഒരു കള്ളം പറയാൻ പറ്റില്ല. ജോപ്പൻ അന്ന് അവിടെ ഉണ്ടായിരുന്നു, ജോപ്പനാണ് ഡോറ് തുറന്നത്. പക്ഷേ ഈ പ്രത്യേക സംഭാഷണമുണ്ടല്ലോ, അതായത് ഈ പറയുന്ന ശ്രീധരൻ നായരുമായിട്ടുള്ള ആ ടോക്ക് എന്താണെന്ന് ശരിക്കും പറഞ്ഞാൽ ജോപ്പന് അറിയില്ല. കാര്യം ഇതൊരു ഡീലിൻ്റെ പാർട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ജോപ്പനെ പ്രത്യേകിച്ചും ഇത് അറിയിക്കേണ്ട എന്നുള്ള ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. ജോപ്പന് ഈ വിഷയം എന്താണെന്ന് അറിയില്ല. പക്ഷേ ഞാൻ അതിശയിച്ചു പോയത് എന്താ അറിയോ, പ്രതിയായത് എങ്ങും തൊടാതെ മാറി നിന്ന ജോപ്പനാണ്. ജോപ്പൻ അതിനകത്ത് ചെയ്ത ഒരേ ഒരു തെറ്റ്, ഞാൻ അവിടെ ഇരുന്ന് ഫോൺ ചെയ്തപ്പം ഒരു അപ്പോയിൻമെൻറ്റ് ഫിക്സ് ചെയ്തു തന്നു. ഞാൻ ജോപ്പിനോട് എന്താണ് മാറ്റർ എന്ന് പറയുന്നില്ല, ആരാണ് കൂടെ വരുന്നതെന്ന് പറയുന്നില്ല. CMന് കണക്ട് ചെയ്ത് CMനോട് നേരിട്ട് സംസാരിച്ച് ഇന്നതാണെന്ന് പറഞ്ഞു അപ്പോയിൻമെൻറ്റ് വാങ്ങിച്ചതാണ്. നിങ്ങൾ 7 മണിയാവുമ്പോഴാണ് സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക്. ഞങ്ങൾ 4 മണിക്കാണ് സെക്രട്ടേറിയറ്റിൽ ഫസ്റ്റ് ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ പ്രോഗ്രാംസ് വൈകി ഡിലേ ആയത്. ശ്രീധരൻ നായർ എത്തുന്നത് 6 മണി 6:45 കഴിഞ്ഞു. കാര്യം ഞാനാണ് വിളിച്ചു പറഞ്ഞത് ലേറ്റ് ആയിട്ട് വന്നാൽ മതി, അദ്ദേഹം താമസിച്ചാണ് വരുന്നത്. പട്ടത്ത് അദ്ദേഹത്തിന് ഒരു വിരുന്നുണ്ടായിരുന്നു, ഒരു ബിഷപ്പ് ഹൗസിൽ വിരുന്ന് കഴിഞ്ഞിട്ടാണ്. എന്നിട്ട് ജോപ്പന്റെ റൂമിലാണ് നിങ്ങൾ രണ്ടുപേരും ഇരിക്കുന്നത്, ശ്രീധരൻ നായരും സരിതയും ഇരിക്കുന്നത്. മുഖ്യമന്ത്രി വന്നു ജോപ്പൻ അറിയിക്കുന്നു,
മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് എത്തുമ്പോഴേക്കും അവിടെ ആർ സെൽവരാജ് എംഎൽഎയും മറ്റൊരു ഒരു ഖദർദാരിയും കഥ ഉറപ്പായിട്ടും അവരോട് 2 വാക്കാണ് സാർ സംസാരിച്ചത്. എന്തോ 2 വാക്ക് നിന്നുകൊണ്ട് സംസാരിച്ചു. അപ്പോൾ തന്നെ ശെൽവരാജ് എംഎൽഎ പോകുമ്പം നമ്മുടെ ലെഫ്റ്റ് സൈഡിലൊരു റൂം ഉണ്ടല്ലോ, ലെഫ്റ്റ് സൈഡിലൊരു ഡോർ ഉണ്ടല്ലോ, പുറത്തേക്ക് സ്ട്രെയിറ്റ് ഇറങ്ങി പോകുന്നത് MLAs ഒക്കെ, ആ വഴിയിലാണ് അവർ തിരിച്ച് ഇറങ്ങിപ്പോയത്. ഞങ്ങളുടെ കയറി വന്ന വഴിയിലല്ല ഇറങ്ങിപ്പോയത്. അത് ഞങ്ങൾ അവിടെ നിൽക്കുകയായിരുന്നു. ആ ലക്ഷ്മി എന്ന് പറഞ്ഞു CM ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. ഞാൻ അദ്ദേഹത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇത് സർ നമ്മുടെ സോളാർ മെഗാ പവർ പ്രോജക്റ്റിന്റെ ഫസ്റ്റ് ഇൻവെസ്റ്റർ. ശ്രീധരൻ നായരെ നേരിട്ട് മുഖ്യമന്ത്രിക്ക് നേരത്തെ പരിചയമില്ല, അറിയുകയില്ല, ഒന്നുമില്ല. ഞാനാണ് പരിചയപ്പെടുത്തിയത്. ഇദ്ദേഹം ഒരു കോൺഗ്രസ് അനുഭാവിയാണെന്ന് പറഞ്ഞു. ഗ്രൂപ്പ് ഞാൻ പറഞ്ഞില്ല, കാരണം ഞാൻ ഗ്രൂപ്പ് ഇത് ചെയ്ത് പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ഞാൻ ഗ്രൂപ്പ് പറഞ്ഞില്ല. ഇദ്ദേഹം ഒരു കോൺഗ്രസ് അനുഭാവിയാണെന്ന് പറഞ്ഞു. ഇതുപോലെ ഓൾ ഇന്ത്യ ക്രഷേഴ്സ്, ഓൾ കേരള ക്രഷേഴ്സ് രജിസ്റ്റേർഡ് ഓണേഴ്സ് അസോസിയേഷൻ്റെ സ്റ്റേറ്റ് പ്രസിഡൻ്റ് ആണെന്ന് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു. മലയാളി ഇൻഡസ്ട്രീസിൻ്റെ ഓണറാണ്. ഈ പ്രോജക്റ്റുമായിട്ട് മുമ്പോട്ട് വന്നതാണെന്ന് സാർ അപ്പോഴാണ് ഷേക്ക് ഹാൻഡ് കൊടുത്ത് അദ്ദേഹത്തിന് ഷേക്ക് ഹാൻഡ് കൊടുത്തത്. പിന്നെ ഇങ്ങനെയുള്ളവർ കുറച്ചുകൂടെ നേരത്തെ മുമ്പ് വരേണ്ടതായിരുന്നു. നല്ലൊരു പ്രോജക്റ്റാണ്. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ലാൻഡ് സബ്സിഡി, അതോടൊപ്പം ഏകജാലക സംവിധാനം, ഇത്രയും ചെയ്തു തരാമെന്ന് അദ്ദേഹം ഓഫർ കൊടുത്തതാണ്. അവിടെയാണ് ഒരുപക്ഷെ ഉമ്മൻചാണ്ടിയുടെ ഭാഗം പറയുന്ന അവർക്ക് ഒരു വാദമുണ്ടാവുക. 2 പേയ്മെൻറ്റ് അതിനകം തന്നെ ശ്രീധരൻ നായർ നൽകിയിരുന്നു, അതായത് ബാങ്ക് ട്രാൻസ്ഫർ നടന്നു കഴിഞ്ഞിരുന്നു. മലയിൽ ശ്രീധരൻ നായർ മുഖ്യമന്ത്രിയുടെ ഉറപ്പ് കിട്ടിയാൽ മാത്രമേ ഈ പ്രൊജക്റ്റിൽ ഞാൻ പങ്കാളിയാകൂ എന്ന് പറയുമ്പോൾ അതിനു മുമ്പ് തന്നെ മുഖ്യമന്ത്രിയെ കാണുന്നതിന് മുമ്പ് 2 ചെക്കുകൾ മാറി. നികേഷ് അവിടെ ഒരു ഇതുണ്ട്, അതായത് MOU നികേഷ് ഒന്ന് വായിച്ചു നോക്കണം. അതായത് മലയാളി ഇൻഡസ്ട്രീസും ടീം സോളാർ എന്ന് പറയുന്ന കമ്പനിയുമായിട്ട് ഈ പെർട്ടിക്കുലർ പ്രോജക്റ്റിനുണ്ടാക്കിയ ഒരു MOU ഉണ്ട്. ആ MOUവിനകത്ത് ആപ്ലിക്കേഷൻ ഫീസ്, രജിസ്ട്രേഷൻ ഫീസ് തുടങ്ങിയ ഇനത്തിലാണ് ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ 2 ഗഡുക്കൾ മാറുന്നത്. മൂന്നാമത് തൊട്ടാണ് ഇക്വിറ്റി ഫേസിലുള്ള പിന്നെ ശ്രീധരൻ നായർ എന്ന ഇൻവെസ്റ്ററുടെ ഇക്വിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ഓരോരോ ഫേസുകളിലും ഏകദേശം അദ്ദേഹം ഒരു 2.5 കോടി രൂപയോടടുത്ത്, 2.5 കോടി രൂപയുടെ അടുത്ത് അദ്ദേഹത്തിന് ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്ന ഒരു പ്രോജക്റ്റ്, അല്ല 5 കോടി രൂപയോളം അദ്ദേഹത്തിന് ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്ന ഒരു പ്രോജക്റ്റ്. വിവിധ തലങ്ങളിലാണ് അദ്ദേഹം phase 1, phase 2, phase 3 അങ്ങനെ വിവിധ തലങ്ങളിൽ അദ്ദേഹം ഇക്വിറ്റി ആയിട്ട് അടയ്ക്കേണ്ട ഫണ്ടിൻ്റെ സ്റ്റാർട്ടിങ് ഈ മൂന്നാമത്തെ ചെക്ക് തൊട്ടാണ്. അദ്ദേഹം അത് ഇക്വിറ്റി അടയ്ക്കണമെന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഉറപ്പ് വേണം എന്ന് പറഞ്ഞു. മറ്റ് രജിസ്ട്രേഷൻ ഫീസുകൾ ഉൾപ്പെടെയുള്ളവ കമ്പനിയിൽ അടയ്ക്കുന്നത് റീഫണ്ടബിൾ ആണ്. ഇക്വിറ്റി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയതുകൊണ്ട് ഒരു പക്ഷേ ഈ പ്രോജക്റ്റ് നടന്നില്ലെങ്കിൽ അതിൻ്റെ ലോസ് ഈ ഇൻവെസ്റ്റർ ബെയർ ചെയ്യേണ്ടി വരും. MOUവിനകത്ത് കറക്റ്റായിട്ട് കൊടുത്തിട്ടുള്ളതാണ്. അപ്പം അതുകൊണ്ട് ഇക്വിറ്റി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു റീതിങ്കിങ് എന്തായാലും ഒരു ഇൻവെസ്റ്റർക്ക് ആലോചിച്ചൂടെ, ഇങ്ങനെ ഞാൻ ഇക്വിറ്റി സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്, അങ്ങനെയാണെങ്കിൽ എൻ്റെ ഈ പാർട്ടിലുള്ള എനിക്ക് ലോസ് വരുമോ, അതിന് ഗവൺമെൻറ് ഇതിന് അപ്രൂവൽ കൊടുക്കുമോ, ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ എനിക്ക് കിട്ടുവാണെങ്കിൽ മാത്രമേ പ്രൊജക്റ്റ് വയബിലിറ്റി ഉള്ളൂ. അങ്ങനെ വരുമ്പോൾ സർക്കാരിൻ്റെ ഭാഗം ക്ലിയർ ആക്കണം എന്നുള്ള ഒരു തോന്നൽ ഒരു നോർമൽ ബിസിനസ്മാൻ്റെ ഒരു ഇതാണ്, ആൻറ്റിസിപ്പേഷനാണ്. അത് ശ്രീധരൻ നായർ പിന്നെ ഡിമാൻഡ് ചെയ്തു. ആ ഡിമാൻഡ് അംഗീകരിച്ചാൽ മാത്രമേ MOU ആയിട്ട് നമ്മൾ മുമ്പോട്ട് പോകുന്നുള്ളൂ. ഒരു റിന്യൂവൽ എനർജി നയം കേരളത്തിന് ഉണ്ടാവുകയും അത് 5000 കോടി രൂപയുടെ പ്രൊജക്റ്റായി അല്ലെങ്കിൽ ബിസിനസ് സാധ്യതയായി മാറുകയും ചെയ്യുന്ന രീതിയിലാണല്ലോ ഇത് തുടങ്ങി വെച്ചിട്ടുള്ളത്. ഗവൺമെൻറ്റിൻ്റെ എല്ലാ തരത്തിലുള്ള സഹായവും ഉമ്മൻചാണ്ടി മലയാളി ശ്രീധരൻ നായർക്ക് ഓഫർ ചെയ്തതുപോലെ തന്നെ മറ്റുള്ളവർക്കും ഓഫർ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ അടുത്തത് ഒരുപക്ഷെ രേഖാപരമായി തന്നെ അതിനുള്ള സാധ്യത കൊടുത്തു വരികയാണ്. അതെവിടെയാണ് പിന്നെ താളം പഴിച്ചത്? നിങ്ങൾക്ക് ഇത്രയധികം സ്വാധീനം ഉണ്ടാക്കാൻ കഴിഞ്ഞു. ബിജുവും സരിതയും തമ്മിലുള്ള ഒരു ധാരണ പിശക് മൂലം, നിങ്ങൾ തമ്മിലുള്ള ഒരു തർക്കം മൂലമാണോ ഇത് പൂർണ്ണമായും ഇല്ലാതായിപ്പോയി? അവിടെ എനിക്ക് തോന്നുന്നത് അതിനേക്കാൾ കൂടുതൽ ഇതിൻ്റെ ബിസിനസ് സാധ്യതകൾ മനസ്സിലാക്കിയോ, സ്വന്തമായിട്ട് ഇതിൻ്റെ ടേസ്റ്റ് മനസ്സിലാക്കിയപ്പോൾ സ്വന്തമായിട്ട് ഇതൊന്ന് ഉണ്ടാക്കി നോക്കാൻ ശ്രമിച്ചു എന്നുള്ള. അതായത് ഉമ്മൻചാണ്ടി സ്വന്തം ആൾക്കാരെ വെച്ച് ഒരു റിന്യൂവൽ എനർജി പ്രോജക്റ്റിൻ്റെ ഒരു കമ്പനി സ്വന്തമായി ഫ്ലോട്ട് ചെയ്യാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് പിൽക്കാലത്ത് സഹകരിക്കാതിരുന്നത്, അല്ലെ? ഒരു ഡിറ്റാച്ച് സഹകരിക്കാതൊന്നും എൻ്റെ അടുത്തിരുന്നിട്ടില്ല. അപ്പോഴും വളരെ കണ്ടിങ് ആയിട്ട് ഈ കാര്യങ്ങളെല്ലാം നടന്നു ഉണ്ടെന്ന് തന്നെയാണ് ധരിപ്പിച്ചുകൊണ്ടിരുന്നത്. അണ്ടിൽ കേസ് വന്ന് ജയിലിലാകുന്ന സമയം വരെയും ഇത് നടന്നു പോകുന്നുണ്ട്, പെട്ടെന്ന് നടക്കും, ഇതിനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള ഒരു അഷുറൻസ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന്, പ്രതീക്ഷ
അതൊരിക്കലും അദ്ദേഹം എന്തൊക്കെയായിരുന്നു ഉമ്മൻചാണ്ടിയുടെ ഭാഗത്തു നിന്ന് ചെയ്ത് തരേണ്ടിയിരുന്നത്, ചെയ്ത് തരാതിരുന്നത്? ഒന്ന്, സ്റ്റേറ്റ് ലെവലിൽ ഒരു റിന്യൂവബിൾ എനർജി പോളിസി ഉണ്ടാക്കി കൊണ്ടുവരിക. രണ്ടാമത്, അദ്ദേഹം വാഗ്ദാനം ചെയ്തിരുന്നത് ടീം സോളാർ കമ്പനിക്ക് MNRE തുടങ്ങിയ സെൻട്രൽ ഏജൻസികളിൽ നിന്ന് അക്രഡിറ്റേഷൻ വാങ്ങിച്ചു തരിക. ഇത് രണ്ടും അദ്ദേഹം ചെയ്യാമെന്ന് പറഞ്ഞു. ഇത് രണ്ടും അദ്ദേഹം അഷുറൻസ് മാത്രമായിട്ട് നിലനിർത്തി. സരിതയിൽ കൂടിയാണ് ഈ പ്രോജക്റ്റിന്റെ വിശദാംശങ്ങളും ഇതിന്റെ ലാഭസാധ്യതകളും ഉമ്മൻചാണ്ടി മനസ്സിലാക്കുന്നത്. സരിത കൊടുത്ത 1.90 അത് ബ്ലഡ് ടേസ്റ്റ് ചെയ്യലായിരുന്നു ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ച്. അത് എനിക്കറിയില്ല. കാര്യം എന്നെ പോലെ എൻ്റെ സോളാർ ബിസിനസ് ചിലപ്പോൾ ഫസ്റ്റ് ഇൻസ്റ്റന്റ് ആയിരിക്കാം. പക്ഷേ അതുപോലെയുള്ള മറ്റ് ബിസിനസ്സുകാർ അദ്ദേഹവുമായിട്ട് ഇങ്ങനെയുള്ള ഒരു ഡീൽ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല, വ്യക്തമായിട്ട് എനിക്കറിയില്ല. പക്ഷേ ടീം സോളാർ 2011 ശരിക്കും പറഞ്ഞാൽ ഉമ്മൻചാണ്ടി സാറിന് ഫസ്റ്റ് സോളാർ പവർ പ്രോജക്ട്സ് കേരളത്തിൽ വരുന്നതിൻ്റെ സാധ്യതകളെ പറ്റിയിട്ട് ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട്. നിങ്ങൾ പക്ഷേ റിന്യൂവബിൾ എനർജി പോളിസി രൂപീകരിക്കണമെന്ന് ആവശ്യപ്പെടുന്നത് 2012 അല്ല, 2011 തന്നെയാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. 2011 ആവശ്യപ്പെട്ടു എങ്കിലും അതിന് ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കേണ്ടത്. ജോപ്പൻ ജിക്കുമോൻ, സലിം രാജ് തുടങ്ങിയ ഇത്യാദികളെയൊക്കെ കാണുന്നതിന് മുമ്പ് ആദ്യം നേരിട്ട് ഉമ്മൻചാണ്ടിയെ തന്നെയാണ് കണ്ടത് സോളാർ എനർജി പോളിസി ഈ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇവരെ എല്ലാവരെയുമാണ് ആദ്യം കണ്ടത്, ഉമ്മൻചാണ്ടി സാറിനെ ഏറ്റവും ലാസ്റ്റ്. അത് വളരെ തെറ്റായ കാര്യമാണ്. ഏറ്റവും ആദ്യം കാണുന്നത് ഉമ്മൻചാണ്ടി സാറിനെ. കാര്യം ഗണേഷ് കുമാറിൻ MLA PA പ്രദീപ് കുമാർ വഴിയിട്ടാണ് എനിക്ക് ഫസ്റ്റ് ഇവിടെ അപ്പോയിൻമെന്റ് കിട്ടുന്നത്. അന്ന് അദ്ദേഹം സ്പോർട്സ് മിനിസ്റ്റർ ആയിരുന്നു, ഗണേഷ് കുമാർ. അപ്പോൾ അങ്ങനെ എനിക്ക് കിട്ടിയ അപ്പോയിൻമെന്റിന്റെ ബലത്തിലാണ് ഞാൻ ഫസ്റ്റ് ഉമ്മൻചാണ്ടി സാറിനെ കാണുന്നതും കേരളത്തിൽ ഇങ്ങനെ ഒരു കമ്പനി ഉണ്ടെന്നും ഞങ്ങൾ ഈ ഒരു സ്റ്റേജിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും കേരളത്തിൽ അതിൻ്റെ ഫീസിബിലിറ്റീസ് എന്തൊക്കെയാണ് എന്നും അക്കമിട്ട് നിരത്തിയ ഒരു റിപ്പോർട്ട്, അതിൻ്റെ പ്രോഫിറ്റബിലിറ്റി ഉൾപ്പെടുന്ന ഒരു റിപ്പോർട്ട് ഞാൻ അദ്ദേഹത്തിന് കൊടുക്കുകയും അതിൻ്റെ കൂടെ ഒരു റിക്വസിഷൻ ലെറ്റർ, അതായത് ഇതിലേക്ക് വേണ്ട കാര്യങ്ങൾ, റിന്യൂവബിൾ എനർജി പോളിസി നമ്മുടെ കമ്പനി ഇത് ഈ കേരളത്തിൽ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് ബേസിക്കായിട്ട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞിട്ട് ഞാനൊരു റിക്വസ്റ്റ് ലെറ്റർ ഞാൻ അദ്ദേഹത്തിന് കൈമാറി. അദ്ദേഹം അത് പഠിച്ചതിന് ശേഷം, അദ്ദേഹം അത് എന്ന് വെച്ചാൽ അപ്പോൾ തന്നെ ആദ്യം റിക്വസ്റ്റ് നോക്കിയതിന് ശേഷം ഇതിനെപ്പറ്റി ഞാൻ സ്റ്റഡി ചെയ്തിട്ടുണ്ടെന്നാണ് സാർ സംസാരിച്ചത്. അത് വേറെ ആരെങ്കിലും കൊടുത്തതിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്വന്തം നോളജോ ആയിരിക്കാം. എനിവേ അപ്പോൾ തന്നെ ആര്യാടൻ മുഹമ്മദ് സാറുമായിട്ട് ടെലിഫോണിൽ ബന്ധപ്പെടുകയും ഇതുപോലെ ടീം സോളാറിൻ്റെ ലക്ഷ്മി നായർ നിങ്ങളെ വന്ന് കാണുന്നതാണെന്നും എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ അവർക്ക് ചെയ്തു കൊടുക്കണമെന്നും പറഞ്ഞു. അപ്പം എനിക്ക് ആര്യാടൻ മുഹമ്മദ് സാറിൻ്റെ നമ്പർ തന്നു. അതോടൊപ്പം ഫർദറായിട്ടുള്ള എല്ലാ കമ്മ്യൂണിക്കേഷൻസിനും ജോപ്പിൻ്റെ നമ്പർ വാങ്ങിച്ചു വെക്കാൻ പറഞ്ഞു, ജിക്കുമോൻ്റെ നമ്പറും. അങ്ങനെ ജോപ്പിൻ്റെ നമ്പറാണ് ആക്ച്വലി അന്ന് ഞാൻ കളക്ട് ചെയ്തത്. ഈ പ്രൊജക്റ്റിലെ തുടക്കത്തിൽ നല്ലൊരു അപ്രീസിയേഷൻ സരിതയ്ക്ക് നൽകിയിരുന്നു ആ സമയത്ത് ഉമ്മൻചാണ്ടി. തീർച്ചയായിട്ടും തുടക്കത്തിൽ അങ്ങനെ ഉള്ള പിന്നെ എന്താണ് 2011 മുതൽ ഏതാണ്ട് 2013 വരെയുള്ള 2 വർഷ കാലഘട്ടത്തിൽ ഈ റിന്യൂവബിൾ എനർജി പോളിസി 2012 വരെയുള്ള കാലഘട്ടത്തിൽ ഇതിനു വേണ്ടിയിട്ട് ലാഗ് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മളിത് ലാഗിങ് എന്തുകൊണ്ടാണെന്നും എന്നൊക്കെ ചോദിച്ച് സംസാരിച്ചത്. ജിക്കുമായിട്ട് സ്ഥിരം സംസാരിക്കുമായിരുന്നു. അങ്ങനെ ജിക്കു ഇതെന്താണെന്ന് അന്വേഷിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞിട്ടാണ് അവിടെ ഇവിടെ ഡിപ്പാർട്ട്മെൻറ്റ്സിലൊക്കെ കുറച്ച് പണച്ചെലവുള്ള കാര്യമാണ്. അത് CMന് ഏകദേശം 7 കോടി രൂപയോളം ഇതിൻ്റെ ഇത് പറയുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ CMുമായിട്ട് ഈ കാര്യം ഒന്ന് നേരിട്ട് സംസാരിച്ചുകൂടെ എന്ന് ചോദിച്ചത്. അങ്ങനെയാണ് ഞാൻ സാറുമായിട്ട് നെക്സ്റ്റ് ഡേ ഈ വിഷയം സംസാരിച്ചത്. സരിത ആരുടെയെങ്കിലുമായി കൂടെ നിൽക്കുന്നതോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ സ്വയം ഈ ഒളി ക്യാമറ വെച്ച് ചിത്രീകരിച്ചിട്ടുണ്ടോ? ഇല്ല, സ്വയം ഒളി ക്യാമറ വെച്ച് ഞാനൊന്നും ചിത്രീകരിച്ചിട്ടില്ല. അങ്ങനെ എനിക്ക് എങ്ങനെ ഒരു പിക്ചർ കൊണ്ടുവന്നതിൻ്റെ ഒരു സ്റ്റോറി കൊണ്ട് പറയാം. അതായത് ഇങ്ങനെയുള്ള വിഷയങ്ങൾ, പല പല ആരോപണങ്ങൾ ഇതുപോലെയുള്ള, നേരത്തെയും ഇതേപോലെ ഉമ്മൻചാണ്ടി പണം വാങ്ങിച്ചു എന്നുള്ള ആരോപണങ്ങൾ ധാരാളമായിട്ട് നികേഷിന് തന്നെ അറിയാം. അങ്ങനെയുള്ള ആരോപണങ്ങൾ ധാരാളം വന്ന സമയത്ത് എൻ്റെ ലെറ്ററിനകത്തുള്ള 1-2 ഇതുപോലുള്ള, അതായത് സെക്ഷൽ അബ്യൂസസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തു പോയി. അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് പോയപ്പം യഥാർത്ഥത്തിൽ സോളാർ സ്കാമിനകത്ത് എന്ത് സംഭവിച്ചു എന്നുള്ളത് ഹിഡൻ ആയിട്ട് നിന്നു. അത് ബിജു രാധാകൃഷ്ണൻ എക്സാജറേറ്റഡ് ആയിട്ട് പല കാര്യങ്ങളും പറയുന്നതുകൊണ്ട് അയാൾ പറയുന്നതിൽ ഏതാണ് സത്യം ഏതാണ് കള്ളമെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു ലെവലിലേക്ക് പോയി, പറ്റാത്ത ഒരു ലെവലിലേക്ക് പോവുകയും അയാളുടെ വാക്കുകൾക്കും അയാളുടെ ക്രെഡിബിലിറ്റിയും കാര്യമായിട്ട് കോട്ടം തട്ടുകയും ചെയ്തു. അപ്പം ബിജു രാധാകൃഷ്ണൻ എന്ത് പറഞ്ഞാലും അത് ജനം വിശ്വസിക്കില്ല. സെയിം ഒരു ഇൻസിഡൻറ്റിലേക്ക് എന്നെ കൊണ്ട് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് എപ്പോഴും ഈ പറയുന്ന എന്താ പറയുക
ഫിസിക്കൽ ഹറാസ്മെൻറ്റ്സിൻ്റെ കാര്യം മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നൊരു പിക്ചർ എനിക്കുണ്ടാക്കി തന്നുകൊണ്ടിരുന്നത്. അതിന് ബേസിക്കായിട്ടും അതിൻ്റെ പിന്നിൽ ഈ പറയുന്ന കോൺഗ്രസ്സുകാരാണെന്ന് എനിക്ക് വ്യക്തമായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. പിന്നെ ഒരു പരിധിവരെ കമ്മീഷൻ്റെ മുമ്പിൽ വരുന്ന അടുത്ത 2-3 ദിവസങ്ങളിൽ വരുന്ന കാര്യങ്ങളിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ചില വ്യക്തികൾ ഇതിനകത്ത് അങ്ങനെയുള്ള ചില കാര്യങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഉമ്മൻചാണ്ടിക്കെതിരെയും കൂടെ ഉണ്ടാകുമെന്ന് വിശ്വസിച്ചിരുന്നവർക്കെതിരെയും ഒക്കെ തന്നെയും പറയേണ്ടി വരുന്നൊരു സാഹചര്യം എന്ന് പറയുന്നത് അത് സരിത വിശ്വസിച്ചിരുന്ന ഒരു പ്രസ്ഥാനമാണ് കോൺഗ്രസ് പാർട്ടി. സരിത വിശ്വസിച്ചിരുന്ന ഒരാളാണ് ഉമ്മൻചാണ്ടി. അവർക്കെതിരെ പറയേണ്ടി വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു വലിയൊരു തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കുമല്ലോ. ആ തീരുമാനം എങ്ങനെ എടുത്തു? അതാണ് ഞാൻ നേരത്തെ ചോദിച്ചത്. പി.സി. ജോർജ്, കോടിയേരി ബാലകൃഷ്ണൻ തുടങ്ങിയ ഇല്ല ഇങ്ങനെയുള്ള വിഷയങ്ങൾ നമുക്ക് ഞാനൊരു കാര്യം പറയട്ടെ. ശരിക്കും പൊളിറ്റിക്കൽ പാർട്ടീസിലുള്ള ട്രസ്റ്റ് നഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാൻ, എന്നെ സംബന്ധിച്ച് ഞാൻ പറയണം. അപ്പം അതുകൊണ്ട് തന്നെ പൊളിറ്റീഷ്യൻസ് അതിൻ്റെ ഒരു എന്താ പറയുക, അവരുടെ തീരുമാനങ്ങൾക്കനുസരിച്ച് നിലപാടുകൾക്കനുസരിച്ച് സംസാരിക്കുക എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ നിന്ന് അങ്ങനെ ഒരു കാര്യം ഇനി ഉണ്ടാവില്ല. എൻ്റെ ലൈഫിൽ നിന്നൊരു ഡിസിഷൻ എടുത്തതിന് ശേഷമാണ് നടന്ന കാര്യങ്ങളെങ്കിലും അറ്റ്ലീസ്റ്റ് പറയാം. അതുകൊണ്ട് എനിക്ക് വരുന്ന 1-2 കാര്യങ്ങൾ മാത്രമാണ്. ഒന്ന്, എല്ലാം സത്യസന്ധമായ കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ള ഒരു സമാധാനം. 2, മനസ്സിലെ ഭാരം ഇറക്കി വെച്ചു. ഇപ്പോൾ ഒരു പോയിന്റ് ബ്ലാങ്ക് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിൽ ഞാൻ ജീവിക്കാം. ഞാനിപ്പോഴും ഒരു നിലയില്ലാ കാര്യത്തിലാണ്. കാര്യം 100ഓളം സ്ഥലങ്ങളിൽ നമ്മൾ പോകുന്നുണ്ട്, കേസ് എന്ന് പറഞ്ഞ് പോകുന്നുണ്ട്. ചിലയിടത്ത് ഇമേജിൻ്റെ പ്രശ്നമായിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് ഷെഡ്യൂൾഡ് ട്രയൽ 420 കേസിനകത്ത് നടത്തി പണിഷ്മെൻറ്റ് തന്ന ചരിത്രം വരെ ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വിഷയത്തിനകത്ത് ഇതിൽ കൂടുതൽ പ്രത്യാഘാതം പ്രതീക്ഷിച്ച് തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. എന്നാലും പിന്നെ ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് അല്ല, പൊളിറ്റിക്കൽ ആഫ്റ്റർ എഫക്റ്റോ അല്ലെങ്കിൽ ഇതിൻ്റെ പൊളിറ്റിക്കൽ ഇമ്പാക്റ്റോ അല്ലെങ്കിൽ ഇതുകൊണ്ട് ആർക്കാണ് ലാഭം ആർക്കാണ് നഷ്ടം, ഇതൊന്നും ഞാൻ ഇപ്പോൾ റീഡ് ചെയ്യുന്നില്ല. അത് ഞാൻ റീഡ് ചെയ്തിരുന്നു. എങ്ങനെ കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്തിരുന്ന സമയത്ത് അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ നിലപാടുകൾക്ക് വേണ്ടി തുള്ളിയിരുന്ന സമയത്ത്, അതിനെ താളം തുള്ളുക എന്നേ പറയാൻ പറ്റുള്ളൂ. അങ്ങനെ ഇരുന്ന സമയത്ത് ഇങ്ങനെ വരുന്ന ഒരു ആരോപണം ഡാമേജ് ആകുമോ എന്ന് ചിന്തിച്ചിരുന്നു. ഇപ്പം എനിക്ക് അങ്ങനെ ആർക്ക് ഡാമേജ് ആകും അല്ലെങ്കിൽ ആരെന്ത് ചിന്തിക്കും ഇതൊന്നും ഞാൻ ഈ 30 പുറമുള്ള കത്തുണ്ടല്ലോ, അതിനി എന്തായാലും ഇപ്പം ഉമ്മൻചാണ്ടി പൈസ വാങ്ങി, അരയാടൻ പൈസ വാങ്ങി, അത് തിരികെ തരാത്തത് കൊണ്ടാണ് എനിക്ക് ഇത്രയധികം പ്രതിസന്ധി, ഈ കേസുകൾ ഇപ്പോഴും തുടരുന്നത് എന്ന് പുറത്തു പറയുക മാത്രമാണ് ഇപ്പോൾ സരിത ചെയ്തിട്ടുള്ളത്. ബാക്കി സരിത തന്നെ പറയുന്നത് 1000 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ 10 പോലും ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ പറയേണ്ടതില്ല, അവരൊക്കെ രക്ഷപ്പെട്ടു പോയിക്കൊള്ളട്ടെ എന്നുള്ളതാണ്. അങ്ങനെയല്ല, ഞാൻ നികേഷ്, ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറയാം. എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടാണ് ഞാനൊരു ഡിസിഷൻ എടുത്തിരിക്കുന്നത് ഇപ്പോൾ. അതായത് ഞാൻ എടുത്ത നിലപാടുകൾ, ഞാൻ ചെയ്ത കാര്യങ്ങളെല്ലാം തെറ്റായിരുന്നു. അതിൽ നിന്ന് ഒരു റിവേഴ്സ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ ഞാൻ എടുത്തിരുന്നെങ്കിൽ എൻ്റെ ഫേസ് മറ്റുള്ളവരുടെ മുമ്പിൽ ഇതാകുമായിരുന്നില്ല എന്നുള്ള ഒരു തിരിച്ചറിവിൽ നിന്ന് എടുത്ത ഡിസിഷനാണ് ഞാൻ സത്യം തുറന്നു പറയുക എന്നുള്ളത്. അപ്പോൾ അതിനകത്ത് പിന്നെ ഈ എന്താ പറയുക, ഫിസിക്കൽ ഹറാസ്മെൻറ്റ്സിനെ പറ്റിയിട്ടുള്ള സ്റ്റോറീസ് പുറത്തു വരുമ്പോൾ ശരിക്കും ഇതിനകത്ത് എന്താ സംഭവിച്ചതെന്നുള്ള ആ ഒരു കാര്യത്തിൻ്റെ ഗ്രാവിറ്റി നഷ്ടപ്പെടും. അതുതന്നെയാണ് അവർക്ക് വേണ്ടത്. തൽക്കാലം ഞാൻ ഇപ്പം അങ്ങനെ അവരെ സംരക്ഷിക്കാൻ വേണ്ടി ഈ കാര്യങ്ങൾ വെച്ചൊരു പുകമറ സൃഷ്ടിക്കാൻ താല്പര്യപ്പെടുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. വളരെ നന്ദി സരിത. താങ്ക് യു. Nucleus Properties Close Encounter brought to you by Nucleus Villas and Apartments, Kochi, Kottayam. Live life.